ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഫ്രീ ജോബ് വേക്കൻസികളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒട്ടനവധി ജോബ് വേക്കൻസികൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വഴി ഇപ്പോൾ എനിക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് ഞാൻ 10-11 വർഷമായിട്ടുള്ള ഗൾഫിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനുള്ള ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് സർവീസ് ചാർജുകളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ജോബ് വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ആരൊക്കെയാണ് ഗൾഫ് ജോലികൾ അന്വേഷിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ വിടുന്ന ജോബ് വേക്കൻസികൾ നമ്മൾ വിസിറ്റിംഗ് വിസയിലാണ് നമ്മൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് പോയിട്ട് നമ്മൾ ആ ജോബിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അവിടെ വേക്കൻസീസ് ഫില്ലായിട്ടില്ലാത്ത പക്ഷം നമുക്ക് ഓരോരുത്തർക്കും ജോബ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ആർക്കാണെങ്കിലും ആ ജോബ് വേക്കൻസികൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനിട്ടിട്ടുള്ള ജോബ് വേക്കൻസികളിൽ നിങ്ങൾ ആരൊക്കെയാണോ ആ ജോബിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അതല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ജോബ് വേക്കൻസികളിൽ നിങ്ങൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. CV വാട്സപ്പ് വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇമെയിൽ നമ്മൾ ഈ ഇമെയിൽ വഴിയും നമുക്ക് അയച്ചു കൊടുക്കാം. അതായത് ചില ജോബ് വേക്കൻസികൾക്കൊക്കെ നമ്മൾ വാട്സപ്പ് നമ്പർ അല്ലാണ്ട് ഇമെയിൽ ഐ ഡിയും കൊടുക്കാറുണ്ട്. അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്തിട്ട് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വിസിറ്റ് വിസയിലുള്ള ആൾക്കാർ, അതേപോലെ ഫ്രഷർ ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ എല്ലാ ദിവസവും തന്നെ ഇടാറുള്ളത്. അതേപോലെ ഷോർട്സ് വീഡിയോയിൽ നിങ്ങൾ പോയിട്ട് ഷോർട്സ് വീഡിയോ കാണുക. അതിനകത്ത് നമുക്ക് നമ്മുടെ റെക്കമെൻഡേഷൻ വഴി നമ്മുടെ കൺസൾട്ടൻസി ത്രൂ പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികളുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് UAE ഞാൻ ഏറ്റവും കൂടുതൽ ഇടാറുള്ള UAE കാരണം ഏറ്റവും കൂടുതൽ ഞാൻ 10 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന UAE അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് UAE ജോബ് കിട്ടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് ഒരിക്കലും UAE ജോബ് കിട്ടില്ല. കാരണം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയോളമാണ് നമുക്ക് വിസയ്ക്ക് വരുന്ന ചാർജസ്. അതായത് ജോബ് വിസയ്ക്ക് വരുന്ന ചാർജസ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ഇത്രയും പൈസ മുടക്കി നമുക്കൊരാൾക്ക് വിസ അടിച്ചു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജോബിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് മറ്റൊരു ജോബിലേക്ക് മാറാൻ കഴിയും. അതുകൊണ്ടാണ് റെക്കമെൻഡേഷനിൽ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോബിന് കയറുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെ റെക്കമെൻഡേഷനിലാണ് ഒരു വ്യക്തിക്ക് ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം 2 വർഷം ആ വ്യക്തി അതേ വിസയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള എൻ്റെ ഉറപ്പിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അത് ഏതൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു ഉറപ്പിൻ്റെ ബേസിലാണ് നമുക്ക് ജോബ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതല്ലാണ്ട് ഒരു സ്ഥാപനത്തിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടാണ്. എത്ര വലിയ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എത്ര വലിയ എക്സ്പീരിയൻസോ ഉള്ള ആൾക്കാരാണെങ്കിലും ജോബ് കിട്ടാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം റെക്കമെൻഡേഷൻ്റെ കുറവ് കൊണ്ടാണ്. അതായത് നമ്മൾ 2 വർഷം അതേ വിസയിൽ തന്നെ തുടരും എന്നുള്ളത് നമുക്ക് ജോബ് തരുന്ന അതായത് സ്ഥാപനങ്ങൾക്കോ അതല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഓണർമാർക്കൊക്കെ അവർക്കൊരു ഉറപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ജോബ് വിസകൾ നമുക്ക് അടിച്ചു തരുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് അത്രയും ലോസാണ്. നമ്മൾ ഓരോ വ്യക്തികൾ ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം തുടങ്ങി, ഓരോ വ്യക്തികൾ നിങ്ങളടക്കം ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ഏതൊരു എംപ്ലോയി പോയി കഴിഞ്ഞാൽ അവർക്കത് നഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ജോബിന് കയറാനായിട്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടും ആർക്കും ജോബ് കിട്ടാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് ജോബ് കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം അതാണ്. അതേപോലെ തന്നെ നമ്മളൊരു പ്രൊഫഷണലി ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, അതെന്ത് പ്രൊഫഷനും ആയിക്കോട്ടെ, നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളൊരു ജോബിൽ എക്സ്പേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് തരുന്നത് നമ്മളൊരു ഫ്രഷറെ പോലെയാണ്. ഏജ് കൂടുതലാകുന്ന ആൾക്കാർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മളൊരു ജോബിൽ എന്തിനും ആയിക്കോട്ടെ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ചില കാറ്റഗറി ജോബ്സുകൾക്കൊക്കെ ഇപ്പോൾ അക്കൗണ്ടിങ് പരമായിട്ടുള്ള ജോബുകൾക്കൊന്നും നമ്മുടെ ഇന്ത്യയുടെ ഒരു രീതിയിലല്ല. ഇവിടെ നമുക്ക് ടാക്സ് അതേപോലെ GST കാര്യങ്ങളാണെങ്കിൽ അവിടെ വാറ്റിലാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും ഫ്രഷറായിട്ടാണ് അവിടെ പോവുക. അപ്പോൾ അവിടുത്തെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ ജോബിന് കയറാൻ വേണ്ടി സന്നദ്ധരാണെന്നുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറി ജോബായിട്ട്, ഇപ്പോൾ ഷെഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഞാനൊരു ഷെഫാണ്, ഇപ്പോൾ എൻ്റെ ഒരു ഇന്ത്യൻ ബേസ്ഡാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഗൾഫ് രാജ്യത്ത് ജോബ് കിട്ടുന്നത് ഞാൻ ഫ്രഷറെ പോലെ ആയിരിക്കും. കാരണം ഓരോ റെസ്റ്റോറൻറ്റിലും അതേപോലെ തന്നെ ഓരോ
ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓരോ സോഫ്റ്റ്വെയറിനും അതിൻ്റെതായിട്ടുള്ള പുതിയതായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ടെക്നോളജികളെക്കാട്ടിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും നമ്മളിപ്പോൾ ഗൾഫിലുള്ള ടെക്നോളജി. അതേപോലെ തന്നെയാണ് ഓരോ റെസ്റ്റോറൻറ്റ് ബേസ്ഡ് ആണെങ്കിലും മറ്റേത് കാറ്റഗറിയിലാണ് ഇപ്പോൾ ഇലക്ട്രീഷ്യന്മാരാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ അവിടെ വരുന്ന അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ അതേപോലെ തന്നെ DB അതിലൊക്കെ ഓരോ മാറ്റങ്ങളുണ്ടാവും. നമ്മളിതെല്ലാം ഉൾക്കൊണ്ടിട്ട് വേണം നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ. അത് ഏത് മേഖലയിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം എല്ലാവരുടെ വീട്ടിലും വണ്ടികൾ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലെഫ്റ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏതൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ടും. അപ്പോൾ നമുക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അതേപോലെ മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിൽ മെഡിസിൻസിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ത്യൻ മെഡിസിൻസ് അല്ല അവിടെ ഉള്ളത്, നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ഡോസിലല്ല അവിടെ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അതെല്ലാം മനസ്സിലാക്കി നമ്മളൊക്കെ ഒരു പുതിയ ഒരാളെ പോലെ വേണം. നമ്മൾ 2 വർഷം ലോസ് ആവട്ടെ എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ ജോബിന് കയറാനായിട്ട്. ഏറ്റവും ചെറിയ സ്കെയിലിൽ സാലറി ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന ജോബ് വേക്കൻസികളിൽ നമുക്ക് സാലറി കിട്ടുകയുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ജോബിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ജോബ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടൻസി ത്രൂ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ മന്ത്ലി നമ്മൾ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഓരോ മാസവും നമ്മൾ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാരെ നമ്മൾ കയറ്റി വിട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെ 20-ൽ താഴെ ആൾക്കാരെ മാത്രമേ നമ്മൾ മന്ത്ലി റിക്രൂട്ട് ചെയ്തിട്ട് നമ്മൾ വിടാറുള്ളൂ. കാരണം അവർക്ക് ജോബ് കിട്ടിയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ജോബിന് പോകാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസൾട്ടൻസി ത്രൂ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമ്മുടെ കൺസൾട്ടൻസി നമ്പർ, എൻ്റെ ഓഫീസ് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതാണ്. മറ്റ് ജോബ് വേക്കൻസികൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രീ ജോബ്സ് അത് ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതല്ലാണ്ട് ഫ്രീ അല്ലാതെ വരുന്ന ജോബ് വേക്കൻസികൾ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വീണ്ടും ജോബ് വേക്കൻസികളും മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതേപോലെ എൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് നടുവിൻ്റെ പ്രശ്നമുണ്ട്, ഞരമ്പിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണുള്ളത്, ഡിസ്ക് ബൾജ് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ അതൊക്കെ ഒരു ജീവിതമാണ്. നമ്മൾ അങ്ങനെ വയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ബ്ലോക്ക് ആവും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ചാനലിൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്കിങ്ങനെ വീഡിയോ ഫോൺ പിടിക്കാൻ പോലുള്ള സിറ്റുവേഷൻ എനിക്കിപ്പോൾ ഇല്ല. ഒരുപാട് ആൾക്കാർ എന്നെ ഓഫീസിൽ വന്ന് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവരോട് എല്ലാവരോടും ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ്. ഞാൻ ട്രീറ്റ്മെൻറ്റിലേക്ക് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി കിടക്കുകയാണ്. കംപ്ലീറ്റ് റെസ്റ്റാണ് അവർ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വോയിസ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനിങ്ങനെ വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. ഫാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വോയിസ് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഇടാണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വീണ്ടും ജോബ് വേക്കൻസികളും മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ നമുക്ക് ജോബ് വേക്കൻസികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഞാൻ എൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കാറുണ്ട്. അതേപോലെ തുടർന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ ബൈ, താങ്ക് യു.